ചെറുപ്രായത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കുന്ന കാലത്താണ് 4 തലമുറക്കൊപ്പമുള്ള ജീവിതം ആഘോഷമാക്കുന്ന ഇദ്ദേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രായത്തിലും മരുന്നൊന്നും കഴിക്കാതെയാണ് എസ്തപ്പനോസ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനനം 1915-ൽ 4 തലമുറകളിലായി ജീവിച്ച എസ്തപ്പനോസ് ഈ പ്രായത്തിലും ആരോഗ്യവാനാണ്. വയസ്സെത്രയായി എന്ന് ചോദിച്ചാൽ മറുപടി ദാ ഇങ്ങനെയാണ്. എന്നാൽ നടക്കാനും വായിക്കാനും ടെലിവിഷൻ കാണാനുമൊക്കെ ഇപ്പോഴും ഇഷ്ടമാണ്. ഈ പ്രായത്തിലും എഴുതി വെച്ചതുപോലെ കൃത്യമായ ജീവിത രീതിയാണ് എസ്തപ്പനോസിന്. 5 മണിക്കൊക്കെ ഇരിക്കും. 5 മണിക്ക് എൻ്റെ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കും. വെള്ളം കട്ടൻ കാപ്പിയോ അതിന് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഏത്തപ്പഴം പൊഴിക്കും, ചായയും കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ കുടിക്കാൻ കൊടുക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കും. വൈകുന്നേരം കാപ്പി കുടിക്കും. വൈകിട്ട് അത്താഴം ഉണ്ട്. നെൽകൃഷിക്കായി കാളയെ പൂട്ടുന്നതും റബ്ബർ വെട്ടുന്നതും കരിങ്കൽ പൊട്ടിക്കുന്നതുമായ എല്ലാ ജോലിയും ചെറുപ്പത്തിൽ ചെയ്തിരുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഇപ്പോഴും എസ്തപ്പനോസിനെ കഴിയില്ല. വീടിനു പുറത്തു പോകാനും ആളുകളെ കണ്ട് സംസാരിക്കാനും ഏറെ ഇഷ്ടമാണ്. 111ാം ജന്മദിനം ആഘോഷമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് മക്കളും പേരക്കുട്ടികളും. ആഘോഷം സംഘടിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അപൂർവമാണെന്ന് പറയാനുള്ളൂ. കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. 2 ഭാര്യമാരിൽ 10 മക്കളുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഭാര്യമാർ 2 പേരും മരിച്ചു. ഇളയ മകനായ തങ്കച്ചന്റെ വീട്ടിലാണ് ഇപ്പോൾ താമസം. എസ്തപ്പനോസ് ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള മനുഷ്യരിൽ എണ്ണപ്പെട്ട ഒരാളാണ്. കൈരളി ന്യൂസ്, കൊച്ചി.